ദ പവർ ഓഫ് യുവർ സബ്കോൺഷ്യസ് മൈൻഡ്. 1. നിങ്ങൾക്കുള്ളിലെ നിധിഭവനം, ദ ട്രഷർ ഹൗസ് വിത്തിൻ യു. മനുഷ്യൻ ജീവിതം മുഴുവൻ തിരയുന്നത് സന്തോഷത്തിനായാണ്. സമാധാനം, ആരോഗ്യം, സമൃദ്ധി, സ്നേഹം ഇവയെല്ലാം പുറത്തുനിന്ന് ലഭിക്കേണ്ടതാണ് എന്ന് നമ്മൾ പലപ്പോഴും കരുതുന്നു. പണം കിട്ടിയാൽ സന്തോഷം വരും, സ്ഥാനമുണ്ടായാൽ ആത്മവിശ്വാസമുണ്ടാകും, മറ്റുള്ളവർ അംഗീകരിച്ചാൽ ജീവിതം പൂർണ്ണമാകും എന്നൊക്കെയാണ് നമ്മുടെ പൊതുവായ ധാരണ. പക്ഷേ ദ പവർ ഓഫ് യുവർ സബ് കോൺഷ്യസ് മൈൻഡ് എന്ന പുസ്തകത്തിലൂടെ എഴുത്തുകാരനായ ജോസഫ് മർഫി ശക്തമായി പറയുന്നത് ഒരു സത്യമാണ്. നിങ്ങൾ തേടുന്ന എല്ലാം നിങ്ങളുടെ ഉള്ളിലുണ്ട്. നിങ്ങൾക്കുള്ളിൽ തന്നെയാണ് ഏറ്റവും വലിയ നിധിഭവനം, നിങ്ങളുടെ ഉപബോധ മനസ്സ്. മനുഷ്യ മനസ്സ് ബോധമനസ്സ്, ഉപബോധ മനസ്സ് എന്നിങ്ങനെ രണ്ടായി പ്രവർത്തിക്കുന്നു. ബോധമനസ്സ് ചിന്തിക്കുന്നു, തീരുമാനമെടുക്കുന്നു, സംശയിക്കുന്നു, ചോദ്യം ചെയ്യുന്നു. പക്ഷേ ഉപബോധ മനസ്സ് ചോദ്യം ചെയ്യില്ല. അത് നിങ്ങൾ നൽകുന്ന ആശയങ്ങളെ സ്വീകരിച്ച് യാഥാർത്ഥ്യമാക്കാൻ ശ്രമിക്കുന്നു. അതായത് നിങ്ങൾ ആവർത്തിച്ച് വിശ്വസിക്കുന്നത് എന്താണോ അതാണ് നിങ്ങളുടെ ജീവിതത്തിന്റെ രൂപമായി മാറുന്നത്. ഒരു വിത്ത് മണ്ണിൽ നട്ടാൽ ഞാൻ മാവാകണമോ തെങ്ങാകണമോ എന്ന് അത് ചോദിക്കില്ല. നട്ട വിത്ത് എന്താണോ അതുപോലെ അത് വളരും. അതുപോലെ തന്നെയാണ് ഉപബോധ മനസ്സ്. നിങ്ങൾ അതിൽ ഭയം നട്ടാൽ ഭയമാണ് വിളയുന്നത്. ആത്മവിശ്വാസം നട്ടാൽ വിജയമാണ് വിളയുന്നത്. രോഗത്തെക്കുറിച്ച് നിരന്തരം ചിന്തിച്ചാൽ ശരീരം അതിന് വഴങ്ങും. ആരോഗ്യത്തെക്കുറിച്ച് ഉറച്ച വിശ്വാസം നൽകിയാൽ ശരീരം സുഖത്തിലേക്ക് നീങ്ങും. നിങ്ങളുടെ ജീവിതം നിശ്ചയിക്കുന്നത് സാഹചര്യങ്ങളല്ല, നിങ്ങളുടെ ആന്തരിക ചിന്താരീതിയാണ്. എനിക്ക് ഈ അവസ്ഥയിൽ ജീവിക്കേണ്ടി വരുന്നത് എന്റെ കുറ്റമാണോ എന്നൊരു ചോദ്യം സ്വാഭാവികമായി വരാം. ജോസഫ് മർഫി നമ്മളിൽ കുറ്റം ചുമത്തുന്നില്ല, മറിച്ച് ഒരു വാതിൽ തുറക്കുകയാണ്. നിങ്ങൾക്കിത് മാറ്റാൻ കഴിയും എന്ന പ്രത്യാശയാണ് അദ്ദേഹം നൽകുന്നത്. നമ്മുടെ ഉപബോധ മനസ്സ് ഒരു ശക്തമായ കമ്പ്യൂട്ടർ പോലെയാണ്. ബോധമനസ്സ് നൽകുന്ന ഡേറ്റ അതിൽ സൂക്ഷിക്കപ്പെടുന്നു. നമ്മുടെ ബാല്യകാല അനുഭവങ്ങൾ, മാതാപിതാക്കളുടെ വാക്കുകൾ, സമൂഹത്തിന്റെ അഭിപ്രായങ്ങൾ ഇവയെല്ലാം അവിടെ അടിഞ്ഞുകൂടുന്നു. നിങ്ങൾക്ക് കഴിയില്ല, നിങ്ങൾ സാധാരണക്കാരനാണ്, ഇത് നിങ്ങളുടെ വിധിയാണ് തുടങ്ങിയ വാചകങ്ങൾ പലരും കുട്ടിക്കാലത്ത് കേട്ടിട്ടുണ്ടാകും. അവ സത്യമാണോ എന്നത് ഉപബോധ മനസ്സ് പരിശോധിക്കില്ല. അതവയെ സത്യമെന്ന് അംഗീകരിച്ച് ജീവിതത്തിൽ പ്രകടമാക്കും. അതുകൊണ്ടാണ് ഒരേ സാഹചര്യത്തിൽ വളർന്ന രണ്ടുപേർ ജീവിതത്തിൽ രണ്ട് ദിശകളിലേക്ക് പോകുന്നത്. ഒരാൾ ആത്മവിശ്വാസത്തോടെ മുന്നേറുമ്പോൾ മറ്റൊരാൾ പിന്നോട്ട് നിൽക്കുന്നു. വ്യത്യാസം അവരുടെ കഴിവിലല്ല, ഉപബോധ മനസ്സിൽ സൂക്ഷിച്ചിരിക്കുന്ന വിശ്വാസങ്ങളിലാണ്. ഉപബോധ മനസ്സ് എപ്പോഴും ജീവനെ സംരക്ഷിക്കുന്ന ദിശയിലേക്കാണ് പ്രവർത്തിക്കുന്നത്. അത് നിങ്ങൾക്ക് നാശം വരുത്താൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ നിങ്ങൾ തന്നെ നാശകരമായ ചിന്തകൾ ആവർത്തിച്ചാൽ അത് അവയെ നടപ്പിലാക്കാൻ ശ്രമിക്കും. കാരണം അതിന് എതിർക്കാൻ സാധിക്കില്ല. ഇവിടെ തന്നെയാണ് മനുഷ്യന് വലിയ ഉത്തരവാദിത്വം ലഭിക്കുന്നത്. നിങ്ങൾ നിങ്ങളുടെ മനസ്സിനോട് എന്തു പറയുന്നു? നിങ്ങൾ ഓരോ ദിവസവും ഉള്ളിൽ പറയുന്ന വാക്കുകളാണ് നിങ്ങളുടെ ജീവിതത്തിന്റെ അടിത്തറ. എനിക്ക് കഴിയും, എനിക്ക് വഴിയുണ്ടാകും, എന്റെ ശരീരം സുഖപ്പെടുകയാണ്, എനിക്ക് സമൃദ്ധി അർഹമാണ് എന്നിങ്ങനെ പറയുമ്പോൾ ഉപബോധ മനസ്സ് അതിനെ ഒരു ആജ്ഞയായി സ്വീകരിക്കുന്നു. വാക്കുകൾ മാത്രം മതിയാകില്ല, അവയ്ക്ക് പിന്നിൽ വിശ്വാസമുണ്ടായിരിക്കണം. ബോധമനസ്സിലെ സംശയങ്ങൾ ശമിപ്പിച്ച് ആഗ്രഹം ഇതിനകം സംഭവിച്ചു എന്നൊരു അനുഭവം ഉള്ളിൽ ഉണ്ടാക്കുമ്പോൾ ഉപബോധ മനസ്സ് അതിനെ യാഥാർത്ഥ്യമാക്കാൻ തുടങ്ങുന്നു. അതിനാൽ നിങ്ങൾക്കുള്ളിലെ നിധിഭവനം എന്നത് ഒരു കവിഭാവനയല്ല, അത് ഒരു പ്രായോഗിക സത്യമാണ്. നിങ്ങളുടെ ഉള്ളിൽ ആരോഗ്യവും സമാധാനവും ആത്മവിശ്വാസവും സമൃദ്ധിയും സൃഷ്ടിക്കാനുള്ള ശക്തി ഇതിനകം തന്നെ ഉണ്ട്. പുറത്ത് തിരയുന്നത് നിർത്തി ഉള്ളിലേക്ക് ശ്രദ്ധ തിരിക്കുമ്പോഴാണ് ജീവിതം മാറാൻ തുടങ്ങുന്നത്. നിങ്ങളുടെ ഉപബോധ മനസ്സ് നിങ്ങളുടെ ശത്രുവല്ല, അതൊരു വിശ്വസ്ത സേവകനാണ്. നിങ്ങൾ നൽകുന്ന നിർദ്ദേശങ്ങൾ അത് അനുസരിക്കും. നിങ്ങൾക്കുള്ളിൽ ഒരു നിധിയുണ്ട്. അത് കണ്ടെത്തുന്ന നിമിഷം മുതൽ ജീവിതം മറ്റൊരർത്ഥം കൈവരിക്കും. 2. നിങ്ങളുടെ മനസ്സ് എങ്ങനെ പ്രവർത്തിക്കുന്നു? മനുഷ്യന്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാത്തിനും പിന്നിൽ ഒരു അദൃശ്യ ശക്തിയുണ്ട്. പലർക്കും അത് ഭാഗ്യം, വിധി, സാഹചര്യങ്ങൾ എന്നിങ്ങനെ തോന്നാം. പക്ഷേ നിങ്ങളുടെ ജീവിതം രൂപപ്പെടുന്നത് നിങ്ങളുടെ മനസ്സ് പ്രവർത്തിക്കുന്ന രീതിയിലൂടെയാണ്. അത് മനസ്സിലായാൽ ജീവിതത്തെ നിയന്ത്രിക്കാൻ തുടങ്ങുന്ന ആദ്യ വാതിൽ തുറക്കും. ബോധമനസ്സും ഉപബോധ മനസ്സും ഒരേ മനസ്സിന്റെ ഭാഗങ്ങളാണെങ്കിലും അവയുടെ ചുമതലകളും പ്രവർത്തന ശൈലിയും പൂർണ്ണമായി വ്യത്യസ്തമാണ്.
ബോധമനസ്സ് നിങ്ങൾക്കിപ്പോൾ അറിയാവുന്ന, നിങ്ങൾ ഉദ്ദേശപൂർവം ഉപയോഗിക്കുന്ന മനസ്സാണ്. ചിന്തിക്കുക, വായിക്കുക, സംസാരിക്കുക, തീരുമാനമെടുക്കുക ഇവയെല്ലാം ബോധമനസ്സിന്റെ പ്രവർത്തനങ്ങളാണ്. പക്ഷേ ഉപബോധ മനസ്സ് നിശബ്ദമായി പിന്നിൽ പ്രവർത്തിക്കുന്നു. നിങ്ങൾ ശ്വാസമെടുക്കുന്നത്, നിങ്ങളുടെ ഹൃദയം മിടിക്കുന്നത്, ശരീരത്തിലെ കോശങ്ങൾ പുതുക്കപ്പെടുന്നത് ഇവയെല്ലാം ഉപബോധ മനസ്സിന്റെ നിയന്ത്രണത്തിലാണ്. ബോധമനസ്സ് ഒരു കാവൽക്കാരനെ പോലെയാണ്. എന്താശയം അകത്ത് കടക്കണം, എന്താശയം നിരസിക്കണം എന്നത് അതാണ് തീരുമാനിക്കുന്നത്. പക്ഷേ ഒരിക്കൽ ഒരാശയം ബോധമനസ്സ് അംഗീകരിച്ച് ഉപബോധ മനസ്സിലേക്ക് കടന്നാൽ അവിടെ അത് നിയമമായി മാറുന്നു. ഉപബോധ മനസ്സ് അത് സത്യമാണോ തെറ്റാണോ എന്ന് പരിശോധിക്കില്ല. അത് ആ ആശയം യാഥാർത്ഥ്യമാക്കാൻ ശ്രമിക്കും, അത് നല്ലതായാലും മോശമായാലും. ഒരാൾ നിരന്തരം എനിക്ക് പണം കൈവശം നിൽക്കില്ല, ഞാൻ ഭാഗ്യമില്ലാത്തവനാണ് എന്ന് ചിന്തിച്ചുകൊണ്ടിരുന്നാൽ അത് ഉപബോധ മനസ്സിൽ പതിഞ്ഞ് ജീവിതത്തിൽ അതിന് അനുകൂലമായ സാഹചര്യങ്ങൾ സൃഷ്ടിക്കും. മറുവശത്ത് എനിക്ക് ആവശ്യമായതെല്ലാം ലഭിക്കും, എനിക്ക് വളരാൻ കഴിയും എന്ന വിശ്വാസം ആവർത്തിച്ചാൽ അതിനനുസരിച്ച് അവസരങ്ങൾ ജീവിതത്തിലേക്ക് വരാൻ തുടങ്ങും. ഉപബോധ മനസ്സ് നിർദ്ദേശങ്ങൾ അനുസരിക്കുന്ന ഒരു ശക്തമായ യന്ത്രമാണ്. അത് നിങ്ങളുടെ യജമാനനല്ല, നിങ്ങളുടെ സേവകനാണ്. പക്ഷെ പലരും അറിയാതെ തന്നെ തെറ്റായ നിർദ്ദേശങ്ങൾ അതിന് നൽകിക്കൊണ്ടിരിക്കുന്നു. നമ്മൾ അനുഭവിക്കുന്ന ഭയം, കുറ്റബോധം, അസൂയ, പരാജയബോധം ഇവയെല്ലാം നമ്മൾ തന്നെ നിരന്തരമായി ഉപബോധ മനസ്സിന് നൽകിയ നിർദ്ദേശങ്ങളാണ്. വികാരങ്ങൾക്ക് ഉപബോധ മനസ്സിൽ വലിയ ശക്തിയുണ്ട്. വാക്കുകളേക്കാൾ ശക്തമാണ് വികാരത്തോടെ ചേർന്ന ചിന്തകൾ. വെറുതെ എനിക്ക് ആരോഗ്യമുണ്ട് എന്ന് പറയുന്നതിലും ആരോഗ്യവാനായി ജീവിക്കുന്നതിന്റെ സന്തോഷം മനസ്സിൽ അനുഭവിക്കുന്നതിലാണ് ഉപബോധ മനസ്സ് കൂടുതൽ പ്രതികരിക്കുന്നത്. വികാരങ്ങളാണ് ഉപബോധ മനസ്സിന്റെ ഭാഷ. അതുകൊണ്ടാണ് ഭയം എന്ന വികാരം ഇത്രയും ശക്തമാകുന്നത്. ഒരാൾ രോഗത്തെക്കുറിച്ച് ഭയത്തോടെ ചിന്തിച്ചാൽ അയാളുടെ ഉപബോധ മനസ്സ് അതൊരു മുന്നറിയിപ്പായി അല്ല, ഒരു നിർദ്ദേശമായാണ് സ്വീകരിക്കുന്നത്. അതേസമയം ശാന്തമായി വിശ്വാസത്തോടെ ആരോഗ്യത്തെക്കുറിച്ച് ചിന്തിച്ചാൽ ശരീരം അതിന് അനുകൂലമായി പ്രതികരിക്കാൻ തുടങ്ങും. ഉപബോധ മനസ്സ് എപ്പോഴും നിങ്ങളുടെ ആധിപത്യത്തിലുള്ളതാണ്. നിങ്ങൾ അതിനെ നിയന്ത്രിക്കില്ലെങ്കിൽ പഴയ ശീലങ്ങളും വിശ്വാസങ്ങളും അതിനെ നിയന്ത്രിക്കും. ബാല്യകാലത്ത് കേട്ട വാക്കുകൾ, സമൂഹം നട്ടുവെച്ച പരിധികൾ ഇവയെല്ലാം ഉപബോധ മനസ്സിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കും, നിങ്ങൾ അവയെ ചോദ്യം ചെയ്യുന്നതുവരെ. ഇവിടെ ബോധമനസ്സിന്റെ പങ്ക് നിർണായകമാണ്. ബോധമനസ്സ് ഉപയോഗിച്ച് നിങ്ങൾ പുതിയ ആശയങ്ങൾ തിരഞ്ഞെടുക്കണം. പഴയ നെഗറ്റീവ് വിശ്വാസങ്ങളെ നിരസിക്കണം. തുടക്കത്തിൽ ഉപബോധ മനസ്സ് എതിർക്കുന്നത് പോലെ തോന്നാം, പക്ഷേ ആവർത്തനത്തിലൂടെയും ശാന്തമായ വിശ്വാസത്തിലൂടെയും പുതിയ ആശയങ്ങൾ അവിടെ വേരുറപ്പിക്കാൻ സാധിക്കും. നിങ്ങൾ നിങ്ങളുടെ മനസ്സിന്റെ ഇരയല്ല, നിങ്ങളുടെ മനസ്സിന്റെ ശില്പിയാണ്. മനസ്സ് എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന അറിവ് ലഭിച്ചാൽ ജീവിതത്തിലെ പല പ്രശ്നങ്ങളും അത്രയും അസാധ്യമായി തോന്നില്ല. കാരണം പ്രശ്നത്തിന്റെ വേരുകൾ പുറത്തല്ല, ഉള്ളിലാണ് എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടും. ഇത് ഒരു ക്ഷണമാണ്. നിങ്ങളുടെ ചിന്തകളെ ശ്രദ്ധിക്കാൻ, നിങ്ങളുടെ വിശ്വാസങ്ങളെ പരിശോധിക്കാൻ, നിങ്ങളുടെ ഉപബോധ മനസ്സിലേക്ക് നിങ്ങൾ എന്ത് നൽകുന്നു എന്ന് തിരിച്ചറിയാൻ. മനസ്സ് ശരിയായി ഉപയോഗിക്കാൻ പഠിച്ചാൽ ജീവിതം സ്വാഭാവികമായി ശരിയായ ദിശയിലേക്ക് നീങ്ങാൻ തുടങ്ങും. 3. ഉപബോധ മനസ്സിന്റെ അത്ഭുതകരമായ ശക്തി. മനുഷ്യൻ പലപ്പോഴും തന്റെ പരിമിതികളെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്. ഇതിൽ കൂടുതൽ എനിക്ക് കഴിയില്ല, ഇതെന്റെ വിധിയാണ്, ഇത്രയേറെ മാത്രമേ എനിക്ക് സാധിക്കൂ എന്നിങ്ങനെ. പക്ഷേ നിങ്ങളുടെ കഴിവുകളുടെ പരിധി നിശ്ചയിക്കുന്നത് സാഹചര്യങ്ങളല്ല, നിങ്ങളുടെ ഉപബോധ മനസ്സാണ്. ഉപബോധ മനസ്സ് ഒരു അത്ഭുത ശക്തി പോലെയാണ്. നിങ്ങൾ അതിലേക്ക് നൽകുന്ന ആശയങ്ങളെ അത് ജീവൻ കൊണ്ട് നടപ്പിലാക്കാൻ ശ്രമിക്കുന്നു. അതിന് രോഗങ്ങളെ സുഖപ്പെടുത്താൻ കഴിയും, ഭയത്തെ ധൈര്യമായി മാറ്റാൻ കഴിയും, ദാരിദ്ര്യബോധത്തെ സമൃദ്ധിയാക്കി മാറ്റാൻ കഴിയും. പക്ഷേ ഇതെല്ലാം സംഭവിക്കുന്നത് ശരിയായ രീതിയിൽ ഉപബോധ മനസ്സിനെ സമീപിച്ചാൽ മാത്രമാണ്. വിശ്വാസമാണ് ഉപബോധ മനസ്സിന്റെ വാതിൽ തുറക്കുന്ന താക്കോൽ. വെറുതെ ആഗ്രഹിച്ചാൽ മാത്രം പോരാ, എനിക്കിത് വേണം എന്ന ചിന്തയ്ക്കൊപ്പം ഇതെനിക്ക് സാധിക്കും എന്ന ആന്തരികമായ ഉറച്ച വിശ്വാസവും പ്രവർത്തനവും ഉണ്ടായിരിക്കണം. ശാസ്ത്രീയമായി നോക്കിയാൽ ശരീരത്തിലെ ഓരോ കോശവും ഉപബോധ മനസ്സിന്റെ നിർദ്ദേശങ്ങൾക്കനുസരിച്ചാണ് പ്രവർത്തിക്കുന്നത്. ഒരാൾ ഭയത്തോടെ ജീവിക്കുമ്പോൾ ശരീരം പോലും പ്രതിരോധശേഷി കുറയ്ക്കുന്നു. മറുവശത്ത് ശാന്തമായി ആത്മവിശ്വാസത്തോടെ ജീവിതത്തെ നേരിടുന്ന ഒരാളിൽ ശരീരം തന്നെ രോഗങ്ങളെ നേരിടാൻ ശക്തി ആർജിക്കുന്നു.
അതായത് ശരീരത്തിന്റെ ആരോഗ്യവും മാനസിക അവസ്ഥയും വേർപിരിയാത്തതാണ്. പലരും അത്ഭുതം എന്ന് വിളിക്കുന്ന സംഭവങ്ങൾ യഥാർത്ഥത്തിൽ ഉപബോധ മനസ്സിന്റെ സ്വാഭാവിക പ്രവർത്തനങ്ങളാണെന്ന് ഈ പുസ്തകം പറയുന്നു. ഒരു രോഗി പൂർണ്ണമായി സുഖപ്പെടുന്നത് ആ വ്യക്തിയുടെ ഉപബോധ മനസ്സ് ആരോഗ്യത്തെ അംഗീകരിക്കുന്ന നിമിഷത്തിന്റെ ഫലമാണ്. ഉപബോധ മനസ്സ് നിങ്ങൾക്കെതിരല്ല, നിങ്ങൾക്കായി പ്രവർത്തിക്കാനാണ് കാത്തിരിക്കുന്നത്. നിങ്ങളതിനെ ഭയവും സംശയവും കൊടുത്ത് തടഞ്ഞാൽ അത് തടസ്സമായി തന്നെ നിലനിൽക്കും. നിങ്ങളതിനെ വിശ്വാസവും പ്രത്യാശയും കൊടുത്ത് നിലനിർത്തിയാൽ അത് വഴി കാണിക്കും. 4. പ്രാചീന കാലത്തെ മാനസിക ചികിത്സകൾ. ഉപബോധ മനസ്സിന്റെ ശക്തി ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് തന്നെ മനുഷ്യർ ഉപയോഗിച്ചിരുന്നു എന്ന് ഈ പുസ്തകം വിവരിക്കുന്നു. പ്രാചീന സംസ്കാരങ്ങളിൽ രോഗചികിത്സ ഒരു ശാരീരിക പ്രക്രിയ മാത്രമായിരുന്നില്ല, അത് മാനസികവും ആത്മീയവുമായ അനുഭവം കൂടിയായിരുന്നു. ക്ഷേത്രങ്ങൾ, പ്രാർത്ഥനകൾ, മന്ത്രങ്ങൾ ഇവയെല്ലാം രോഗമുക്തി നൽകും എന്ന് അക്കാലത്ത് വിശ്വസിക്കപ്പെട്ടിരുന്നു. ഒരു രോഗി ഒരു ദേവാലയത്തിലെത്തിയാൽ എനിക്ക് സുഖം ലഭിക്കും എന്ന് പൂർണ്ണമായി വിശ്വസിച്ചാൽ ആ വിശ്വാസം ഉപബോധ മനസ്സിൽ പതിയും. അതിന്റെ ഫലമായി ശരീരം തന്നെ സുഖപ്പെടാനുള്ള ദിശയിൽ പ്രവർത്തിക്കും. വിശ്വാസം ഏത് രൂപത്തിലായാലും അത് ഉപബോധ മനസ്സിൽ പ്രവർത്തിച്ചാൽ നല്ലതോ ചീത്തയോ ആയ ഫലം ഉണ്ടാകും. പ്രാചീന ചികിത്സകൾ പലതും പ്ലാസിബോ ഇഫക്റ്റ് ആണെന്ന് ഇന്ന് വിശദീകരിക്കപ്പെടുന്നു. ഗുണകരമായ ഘടകങ്ങളൊന്നും അടങ്ങിയിട്ടില്ലാത്ത വ്യാജ ചികിത്സകൾ പോലും സ്വീകരിച്ചിട്ടും രോഗിക്ക് മാനസികമായോ ശാരീരികമായോ വലിയ ആശ്വാസം അനുഭവപ്പെടുന്ന പ്രതിഭാസമാണ് പ്ലാസിബോ ഇഫക്റ്റ്. ചികിത്സ ഫലപ്രദമാണ് എന്ന വിശ്വാസവും പ്രതീക്ഷയുമാണ് ഇതിന് കാരണം. 5. ആധുനിക കാലത്തെ മാനസിക ചികിത്സകൾ. പ്രാചീന കാലത്തെ വിശ്വാസ ചികിത്സകൾക്ക് ശേഷം ആധുനിക ലോകം ശാസ്ത്രത്തിലേക്ക് തിരിഞ്ഞു. പക്ഷേ അതിനിടയിലും ഒരു സത്യം മാറിയില്ല. നമ്മുടെ മനസ്സ് ശരീരത്തെ വലിയൊരളവിൽ നിയന്ത്രിക്കുന്നുണ്ട്. ജോസഫ് മർഫി ആധുനിക ഡോക്ടർമാരുടെയും സൈക്കോളജിസ്റ്റുകളുടെയും അനുഭവങ്ങൾ അവതരിപ്പിക്കുന്നു. ഹിപ്നോസിസ്, സൈക്കോതെറാപ്പി, ഓട്ടോ സജഷൻ ഇവയെല്ലാം ഉപബോധ മനസ്സിനെ സമീപിക്കുന്ന വിവിധ മാർഗങ്ങളാണ്. ഹിപ്നോസിസിന്റെ സമയത്ത് ബോധമനസ്സ് ശാന്തമാകുന്നു. അപ്പോൾ ഉപബോധ മനസ്സ് കൂടുതൽ തുറന്ന നിലയിലാണ്. ആ സമയത്ത് നൽകിയ നിർദ്ദേശങ്ങൾ വളരെ ശക്തമായി പ്രവർത്തിക്കും. അതുകൊണ്ടാണ് മാനസികമായ ചില പ്രയാസങ്ങൾ മരുന്നുകൾ ഇല്ലാതെ തന്നെ മാറുന്നത്. കാരണം രോഗത്തിന്റെ വേരുകൾ ശരീരത്തിൽ അല്ല, മനസ്സിലായിരുന്നു. മരുന്നുകൾ ശരീരത്തെ സഹായിക്കുന്നു, പക്ഷേ വിശ്വാസം രോഗമുക്തിയെ പൂർണ്ണമാക്കുന്നു. ഒരു രോഗി ചികിത്സയിൽ വിശ്വാസം പുലർത്തുമ്പോൾ ശരീരം അതിനോട് അനുകൂലമായി പ്രതികരിക്കും. മറുവശത്ത് ഭയവും സംശയവും ഉള്ള രോഗിക്ക് മികച്ച ചികിത്സകൾ പോലും പൂർണ്ണഫലം നൽകാതിരിക്കും. മനസ്സിനെ അവഗണിച്ചുള്ള ചികിത്സ അപൂർണമാണ്. അതുകൊണ്ടാണ് ഇന്ന് പല ഡോക്ടർമാരും പോസിറ്റീവ് മൈൻഡ്സെറ്റ്, മെന്റൽ വെൽബീയിങ് എന്നീ ആശയങ്ങൾക്ക് മരുന്നിനോടൊപ്പം തന്നെ പ്രാധാന്യം നൽകുന്നത്. 6. മാനസിക ചികിത്സയിലെ പ്രായോഗിക രീതികൾ. ഉപബോധ മനസ്സിന്റെ ശക്തി മനസ്സിലാക്കുന്നത് മാത്രം പോരാ, അത് പ്രായോഗികമായി എങ്ങനെ ഉപയോഗിക്കാനാകും എന്ന ചോദ്യം നമ്മളെ സിദ്ധാന്തങ്ങളിൽ നിന്ന് പ്രവൃത്തിയിലേക്ക് നയിക്കുന്നു. ശാന്തമായ മനസ്സാണ് ഉപബോധ മനസ്സിലേക്കുള്ള വാതിൽ. മനസ്സ് അതീവ ഉത്കണ്ഠയിലോ ഭയത്തിലോ ആയിരിക്കുമ്പോൾ ബോധമനസ്സ് ശക്തമായി പ്രവർത്തിക്കും. അപ്പോൾ ഉപബോധ മനസ്സ് അടച്ചതുപോലെയാകും. അതിനാൽ ആദ്യം ചെയ്യേണ്ടത് മനസ്സിനെ ശാന്തമാക്കുകയാണ്. ഈ പുസ്തകം നിർദ്ദേശിക്കുന്ന പ്രധാന രീതികളിലൊന്ന് അഫർമേഷൻസ് ആണ്. എൻ്റെ ശരീരം സുഖപ്പെടുകയാണ്, എൻ്റെ മനസ്സ് ശാന്തവും ശക്തവുമാണ് എന്നിങ്ങനെ ലളിതവും പോസിറ്റീവുമായ വാക്യങ്ങൾ മനസ്സിൽ ആവർത്തിക്കുമ്പോൾ ഉപബോധ മനസ്സ് അവയെ സത്യമെന്ന് സ്വീകരിക്കാൻ തുടങ്ങും. ഇവിടെ വാക്കുകളുടെ എണ്ണത്തേക്കാൾ വിശ്വാസത്തിന്റെ ആഴമാണ് പ്രധാനപ്പെട്ടത്. കണ്ണടച്ച് ആരോഗ്യവാനായിരിക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ മനസ്സിൽ സൃഷ്ടിക്കുന്നതും ശക്തമായ ഒരു രീതിയാണ്. ഉപബോധ മനസ്സ് ചിത്രങ്ങളോട് വളരെ വേഗം പ്രതികരിക്കും. രോഗാവസ്ഥയെക്കുറിച്ച് ചിന്തിക്കുന്നത് നിർത്തി ആരോഗ്യമുള്ള ജീവിതത്തിന്റെ ചിത്രം മനസ്സിൽ ആവർത്തിക്കുമ്പോൾ ശരീരം അതിനോട് ചേർന്ന് പ്രവർത്തിക്കാൻ തുടങ്ങും. 7. ഉപബോധ മനസ്സ് എപ്പോഴും ജീവനെ സംരക്ഷിക്കുന്ന ദിശയിലാണ്. ജീവിതത്തിൽ നമുക്ക് പലപ്പോഴും തോന്നും, എല്ലാം എനിക്കെതിരാണ്, ജീവിതം എന്നെ തോൽപ്പിക്കുകയാണ് എന്നെല്ലാം. പക്ഷേ നമ്മുടെ ഉപബോധ മനസ്സ് നമുക്കെതിരല്ല, അതെപ്പോഴും നമ്മുടെ നന്മയ്ക്കായാണ് പ്രവർത്തിക്കുന്നത്. ഉപബോധ മനസ്സിന്റെ സ്വാഭാവിക പ്രവണത നമ്മുടെ ജീവനെ സംരക്ഷിക്കുകയും വളർത്തുകയും ചെയ്യുക എന്നതാണ്.
മുറിവുകൾ സ്വയം മൂടപ്പെടുന്നു, ശ്വാസം നിർത്താതെ തുടരുന്നു, ഉറക്കത്തിൽ പോലും ശരീരം സ്വയം പുതുക്കുന്നു. ഇതെല്ലാം ഉപബോധ മനസ്സിന്റെ ജീവപരിപാലന പ്രവണതയുടെ ഉദാഹരണങ്ങളാണ്. പക്ഷേ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. നിങ്ങൾ തന്നെ നാശകരമായ ചിന്തകൾ ഉപബോധ മനസ്സിന് നൽകുമ്പോൾ അത് അവയെപ്പോലും നിർദ്ദേശം എന്ന നിലയിൽ സ്വീകരിക്കുന്നു. അതിനാൽ ഒരാൾ നിരന്തരം നിരാശയിലും കുറ്റബോധത്തിലുമാണെങ്കിൽ ഉപബോധ മനസ്സ് ആ ദിശയിലേക്കായിരിക്കും പ്രവർത്തിക്കുക. യഥാർത്ഥത്തിൽ അത് ചെയ്യുന്നത് നിങ്ങൾ നൽകുന്ന നിർദ്ദേശം പാലിക്കുകയാണ്, നിങ്ങൾക്കെതിരായി പ്രവർത്തിക്കുന്നതല്ല. നിങ്ങൾക്ക് എത്ര തെറ്റായ ചിന്തകൾ ഉണ്ടായാലും ഉപബോധ മനസ്സ് തിരുത്തലിനായി സന്നദ്ധമാണ്. നിങ്ങൾ ദിശ മാറ്റുന്ന നിമിഷം മുതൽ അതും ദിശ മാറ്റും. ജീവിതം എനിക്കെതിരാണ് എന്ന ചിന്ത മാറ്റി ജീവിതം എന്നെ പിന്തുണയ്ക്കുന്നു എന്ന ചിന്ത വളർത്തുമ്പോൾ അകത്തും പുറത്തും മാറ്റങ്ങൾ തുടങ്ങും. ഇത് പ്രത്യാശയുടെ മനഃശാസ്ത്രമാണ്. നിങ്ങൾക്കുള്ളിൽ തന്നെ നിങ്ങളെ സുഖപ്പെടുത്തുന്ന ശക്തി പ്രവർത്തിക്കുന്നു എന്ന ബോധം. 8. നിങ്ങൾക്ക് ആവശ്യമുള്ള ഫലങ്ങൾ എങ്ങനെ നേടാം? ആഗ്രഹങ്ങൾ എല്ലാവർക്കുമുണ്ട്, പക്ഷേ എല്ലാവർക്കും ഫലം ലഭിക്കുന്നില്ല. അതിന് കാരണം ആഗ്രഹത്തിന്റെ കുറവല്ല, മനസ്സിന്റെ ശരിയായ ഉപയോഗം അറിയാത്തതാണ്. ഉപബോധ മനസ്സ് സംശയങ്ങളോട് പ്രതികരിക്കില്ല, ഉറച്ച വിശ്വാസത്തോടാണ് പ്രതികരിക്കുന്നത്. ഇത് നടക്കുമോ എന്ന ചിന്ത ഉപബോധ മനസ്സിനെ ആശയക്കുഴപ്പത്തിലാക്കും. ഇത് നടക്കുകയാണ് എന്ന ഉറച്ച ബോധം അതിനെ പ്രവർത്തനത്തിലാക്കും. ആഗ്രഹം നേടി എന്ന അനുഭവം ഉണ്ടാക്കുന്നതാണ് ഏറ്റവും പ്രധാനം. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം ഇതിനകം ലഭിച്ചു എന്നൊരു ശാന്തമായ സന്തോഷം മനസ്സിൽ വളർത്തണം. അപ്പോൾ ഉപബോധ മനസ്സ് അത് യാഥാർത്ഥ്യമാക്കാൻ തുടങ്ങും. റിസൾട്ട് ഉണ്ടാക്കുന്നതിനായി അമിതമായ ബലം പ്രയോഗിക്കുന്നത് ഫലത്തെ അകറ്റും. ശാന്തമായ പ്രതീക്ഷയും സ്ഥിരമായ വിശ്വാസവും നിരന്തരമായ പരിശ്രമവും ആണ് ശരിയായ വഴി. നിങ്ങൾ ആഗ്രഹിക്കുന്നതിനെ ബലമായി നേടേണ്ടതില്ല, അതിന് വഴിയൊരുക്കിയാൽ മാത്രം മതി. മനസ്സിൽ വഴിയൊരുക്കുമ്പോൾ ജീവിതം അതിലൂടെ ഒഴുകി വരും. 9. സമ്പത്തിനായി ഉപബോധ മനസ്സിനെ എങ്ങനെ ഉപയോഗിക്കാം? സമ്പത്ത് എന്ന വാക്ക് കേൾക്കുമ്പോൾ പലർക്കും ഉള്ളിലൊരു അകലം തോന്നും. പണം നല്ല ആളുകൾക്ക് ലഭിക്കില്ല, സമ്പന്നർ സ്വാർത്ഥരാണ്, എനിക്ക് പണം നിലനിൽക്കില്ല എന്നിങ്ങനെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന വിശ്വാസങ്ങളാണ് അതിന് കാരണം. സമ്പത്തിനുള്ള ഏറ്റവും വലിയ തടസ്സം ദാരിദ്ര്യമല്ല, ദാരിദ്ര്യ ചിന്തയാണ്. ഉപബോധ മനസ്സ് സമൃദ്ധിയെയും ദാരിദ്ര്യത്തെയും ഒരുപോലെയാണ് സ്വീകരിക്കുന്നത്. നിങ്ങൾ അതിന് എന്ത് ആശയം നൽകുന്നുവോ അതാണ് അത് ജീവിതത്തിൽ പ്രകടമാക്കുന്നത്. ഒരാൾ നിരന്തരം എനിക്ക് പണം കിട്ടാൻ ബുദ്ധിമുട്ടാണ് എന്ന് വിശ്വസിച്ചാൽ ഉപബോധ മനസ്സ് അതിനനുസരിച്ച അനുഭവങ്ങൾ ഉണ്ടാക്കും. മറുവശത്ത് സമ്പത്ത് എൻ്റെ ജീവിതത്തിന്റെ സ്വാഭാവിക ഭാഗമാണ് എന്ന വിശ്വാസം വളർത്തിയാൽ അവസരങ്ങൾ സ്വാഭാവികമായി തന്നെ വരാൻ തുടങ്ങും. സമ്പത്ത് ആഗ്രഹിക്കുന്നത് തെറ്റല്ല, അത് ജീവിതത്തിന്റെ സ്വാഭാവികമായ വളർച്ചയാണ്. നദി ഒഴുകുന്നത് പോലെ, വൃക്ഷം വളരുന്നത് പോലെ മനുഷ്യരും സമൃദ്ധിയിലേക്ക് നീങ്ങുന്നത് സ്വാഭാവികമാണ്. ഉപബോധ മനസ്സിൽ സമൃദ്ധിയുടെ ചിത്രം സ്ഥിരമായി നട്ടുവെക്കണം. കടബാധ്യത, കുറവുകൾ, പേടി ഇവയെക്കുറിച്ച് നിരന്തരം ചിന്തിക്കുന്നത് നിർത്തി സാമ്പത്തിക സുരക്ഷയുടെ ശാന്തമായ അനുഭവം മനസ്സിലുണ്ടാക്കുമ്പോൾ തീരുമാനങ്ങളും പ്രവർത്തനങ്ങളും പോലും മാറാൻ തുടങ്ങും. പണം ആദ്യം മനസ്സിലാണ് വളരുന്നത്, പിന്നീട് കൈകളിലേക്ക് എത്തുന്നു. 10. സമ്പന്നനായിരിക്കാൻ നിനക്കുള്ള അവകാശം. പലർക്കും ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന ഒരു വിശ്വാസമുണ്ട്, ഞാൻ സമ്പന്നനാകാൻ അർഹനല്ല എന്ന്. സമ്പന്നനായിരിക്കുക ഒരു പാപമല്ല, അത് നിങ്ങളുടെ ജന്മാവകാശമാണ്. സമ്പത്ത് എന്നത് പണം മാത്രമല്ല, നല്ല ആരോഗ്യം, മനസ്സമാധാനം, സുരക്ഷ, സ്വാതന്ത്ര്യം ഇവയെല്ലാം സമൃദ്ധിയുടെ ഭാഗങ്ങൾ തന്നെയാണ്. ഒരാൾക്ക് പണമുണ്ടെങ്കിലും മനസ്സമാധാനമില്ലെങ്കിൽ അവൻ സമ്പന്നനല്ല. അതുപോലെ സമാധാനവും സന്തോഷവും ഇല്ലാതെ പണത്തിനായി മാത്രം ഓടുന്നതും സമൃദ്ധിയല്ല. ജീവിതത്തിന്റെ അടിസ്ഥാന സ്വഭാവം വളർച്ചയും സമൃദ്ധിയുമാണ്. ഈ സത്യത്തെ അംഗീകരിക്കാത്തപ്പോഴാണ് നമുക്ക് കുറ്റബോധവും ഭയവും ഉണ്ടാകുന്നത്. ഉപബോധ മനസ്സിൽ എനിക്ക് സമൃദ്ധി അർഹമാണ് എന്ന ചിന്ത ഉറപ്പിക്കുമ്പോൾ ഉള്ളിലെ പ്രതിരോധങ്ങൾ പതുക്കെ ഇല്ലാതാകും. സമ്പന്നരായ ആളുകളോടുള്ള അസൂയ മാറി അത് നമുക്ക് പ്രചോദനമാകും. മറ്റുള്ളവരുടെ സമ്പത്ത് നിങ്ങൾക്ക് എതിരല്ല, അത് നിനക്കും സാധ്യമാണ് എന്നതിനുള്ള തെളിവാണ്. 11. വിജയത്തിലെ പങ്കാളിയായി ഉപബോധ മനസ്സ്. വിജയം പലരും കരുതുന്നത് പോലെ കഠിനാധ്വാനത്തിന്റെ മാത്രം ഫലമല്ല. വിജയമുണ്ടാകുന്നത് നിങ്ങൾ ഉള്ളിൽ വിജയിയായി ചിന്തിക്കുമ്പോഴാണ്. ഉപബോധ മനസ്സ് നിങ്ങളുടെ ഏറ്റവും വിശ്വസ്തനായ പങ്കാളിയാണ്. നിങ്ങൾ പരാജയം പ്രതീക്ഷിച്ചാൽ അത് നിങ്ങളെ പരാജയത്തിലേക്ക് നയിക്കും.
നിങ്ങൾ വിജയത്തെ സ്വാഭാവികമായി അംഗീകരിച്ചാൽ അത് വിജയത്തിലേക്കുള്ള വഴികൾ തുറക്കും. ഇത് ഭാഗ്യമോ വിശ്വാസമോ അല്ല, മനഃശാസ്ത്രപരമായ സത്യമാണ്. വിജയികളായ ആളുകൾക്ക് ഒരു പൊതു സ്വഭാവമുണ്ട്. അവർ അവരുടെ ഉള്ളിൽ വിജയത്തിന്റെ ചിത്രം സ്ഥിരമായി സൂക്ഷിക്കുന്നു. തടസ്സങ്ങൾ വന്നാലും അവരെ അത് അതിശക്തമായി ബാധിക്കില്ല. കാരണം അവരുടെ ഉപബോധ മനസ്സ് ഇതിനകം തന്നെ വിജയത്തിന്റെ ദിശയിലേക്ക് മാറിപ്പോയതാണ്. ഒരു പ്രശ്നം വന്നാൽ അതിനെ ബോധ മനസ്സുകൊണ്ട് അമിതമായി ചിന്തിക്കാതെ ഇതിന് ശരിയായ പരിഹാരം എൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട് എന്ന വിശ്വാസത്തോടെ മനസ്സ് ശാന്തമാക്കുമ്പോൾ പലപ്പോഴും നമ്മൾ പ്രതീക്ഷിക്കാത്ത ആശയങ്ങൾ ഉയർന്നു വരും. നിങ്ങൾ ഒറ്റയ്ക്കല്ല, നിങ്ങളുടെ ഉള്ളിൽ തന്നെ ബുദ്ധിമാനായ ഒരു പങ്കാളി പ്രവർത്തിക്കുന്നുണ്ട്. അത് നിങ്ങളുടെ ഉപബോധ മനസ്സാണ്. വിജയം പിടിച്ചെടുക്കേണ്ട ഒന്നല്ല, അത് നിങ്ങളുടെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ഒഴുകി വരേണ്ട ഒന്നാണ്. 12. ശാസ്ത്രജ്ഞരും ഉപബോധ മനസ്സും. ശാസ്ത്രം എന്നത് കണക്കുകളും പരീക്ഷണങ്ങളും മാത്രമാണ് എന്ന് നമ്മൾ പലപ്പോഴും കരുതുന്നു. പക്ഷേ മഹത്തായ പല ശാസ്ത്രീയ കണ്ടെത്തലുകളുടെ പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്നത് ഉപബോധ മനസ്സാണ്. ലോകത്തെ വലിയ ശാസ്ത്രജ്ഞന്മാർ പലരും ഒരു പൊതു അനുഭവം പങ്കുവച്ചിട്ടുണ്ട്. ഒരു പ്രശ്നത്തെക്കുറിച്ച് നീണ്ട സമയം ചിന്തിച്ചിട്ടും പരിഹാരം കിട്ടാതെ വരുമ്പോൾ അവർ പ്രശ്നം ഉപേക്ഷിച്ച് വിശ്രമിക്കും. പിന്നീട് ഉറക്കത്തിനിടയിൽ നടക്കുമ്പോൾ അല്ലെങ്കിൽ ശാന്തമായ ഒരു നിമിഷത്തിൽ പരിഹാരം പെട്ടെന്ന് മനസ്സിലേക്ക് തെളിയും. ഇത് യാദൃച്ഛികമല്ല. ബോധ മനസ്സ് ശാന്തമായപ്പോൾ ഉപബോധ മനസ്സ് പ്രവർത്തനം തുടങ്ങുന്നതാണ്. ഉപബോധ മനസ്സ് വിവരങ്ങൾ കൂട്ടിച്ചേർക്കുന്ന, ബന്ധങ്ങൾ കണ്ടെത്തുന്ന, പുതിയ വഴികൾ സൃഷ്ടിക്കുന്ന ഒരു ആന്തരിക ലബോറട്ടറിയാണ്. പല കണ്ടുപിടുത്തങ്ങളും ഞാൻ കണ്ടെത്തി എന്നതിൽ ഉപരിയായി എനിക്ക് ലഭിച്ചു എന്ന അനുഭവം ആയിരിക്കും. ശരിയായ ചോദ്യങ്ങൾ ഉപബോധ മനസ്സിന് നൽകുമ്പോൾ അതിന് ശരിയായ ഉത്തരങ്ങൾ കണ്ടെത്താൻ കഴിയും. അതുകൊണ്ടാണ് ഒരു പ്രശ്നം പരിഹരിക്കേണ്ടി വരുമ്പോൾ അതിനെക്കുറിച്ച് അമിതമായി ആശങ്കപ്പെടാതിരിക്കാൻ ഉപദേശിക്കുന്നത്. ഇതിന് പരിഹാരം എൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട് എന്ന് മനസ്സിൽ പറഞ്ഞ് പ്രശ്നം ഉപബോധ മനസ്സിന് ഏൽപ്പിക്കുക. ശാന്തമായ വിശ്വാസത്തോടെയുള്ള ഈ സമീപനമാണ് പല ശാസ്ത്രജ്ഞന്മാർ പോലും ഉപയോഗിച്ചത്. 13. ഉറക്കത്തിന്റെ അത്ഭുതങ്ങളും ഉപബോധ മനസ്സും. ഉറക്കം മനുഷ്യന് ഒരു വിശ്രമം മാത്രമാണ് എന്ന് നമ്മൾ കരുതുന്നു. പക്ഷേ ഉറക്കം ഉപബോധ മനസ്സിന്റെ ഏറ്റവും സജീവമായ പ്രവർത്തന സമയമാണ്. നിങ്ങൾ ഉറങ്ങുമ്പോൾ ബോധമനസ്സ് പിന്മാറുന്നു. സംശയങ്ങളും ഭയങ്ങളും വിമർശനങ്ങളും ശാന്തമാകുന്നു. അപ്പോൾ ഉപബോധ മനസ്സ് സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ തുടങ്ങും. ശരീരം സുഖപ്പെടുത്തുന്നത്, കോശങ്ങളെ പുതുക്കുന്നത്, മനസ്സിലെ അസന്തുലിതാവസ്ഥ തിരുത്തുന്നത്, ഇതെല്ലാം ഉറക്കത്തിനിടെയാണ് നടക്കുന്നത്. അതുകൊണ്ടാണ് ഉറക്കത്തിന് മുമ്പുള്ള ചിന്തകൾക്ക് അത്രയും പ്രാധാന്യം നൽകുന്നത്. ഉറക്കത്തിലേക്ക് നിങ്ങൾ ഏത് ചിന്തയുമായി പോകുന്നു, അതാണ് ഉപബോധ മനസ്സ് രാത്രിയിൽ ഉടനീളം പ്രവർത്തിപ്പിക്കുന്നത്. ഭയത്തോടെയോ ദുഃഖത്തോടെയോ ഉറങ്ങുന്ന ഒരാൾ അറിയാതെ തന്നെ ആ ചിന്തകൾക്ക് കൂടുതൽ ശക്തി നൽകുന്നു. മറുവശത്ത് ശാന്തമായ വിശ്വാസത്തോടെ, നന്ദിയോടെ, പ്രത്യാശയോടെ ഉറങ്ങുന്ന ഒരാൾ ഉപബോധ മനസ്സിനെ സുഖപ്പെടുത്തലിന്റെയും പരിഹാരത്തിന്റെയും ദിശയിലേക്ക് നയിക്കുന്നു. ഉറക്കം ഒരു അവസാനമല്ല, അടുത്ത ദിവസത്തിനുള്ള തയ്യാറെടുപ്പാണ്. ശരിയായ ചിന്തകളോടെ ഉറങ്ങുമ്പോൾ നാളെ എന്നത് സ്വാഭാവികമായി മെച്ചപ്പെട്ടതായി തോന്നും. 14. ഉപബോധ മനസ്സും ദാമ്പത്യ ബന്ധങ്ങളും. ബന്ധങ്ങളിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ പലപ്പോഴും പുറമേയുള്ള സംഭവങ്ങളായി തോന്നും. പക്ഷേ ബന്ധങ്ങളുടെ യഥാർത്ഥ വേരുകൾ മനസ്സിലാണ്. ഭർത്താവിനെയോ ഭാര്യയെയോ കുറിച്ച് ഉള്ളിൽ നമുക്കുള്ള ധാരണകൾ, പറയാതെ പറയുന്ന ചിന്തകൾ ഉപബോധ മനസ്സിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. അവൻ എന്നെ മനസ്സിലാക്കുന്നില്ല, അവൾ പലപ്പോഴും എനിക്കെതിരാണ് എന്നിങ്ങനെ ഉള്ളിൽ ആവർത്തിക്കുന്ന ചിന്തകൾ ബന്ധങ്ങളിൽ അകലം വർദ്ധിപ്പിക്കും. ഉപബോധ മനസ്സ് വൈരാഗ്യം പിടിച്ചു നിർത്തുന്നില്ല. പക്ഷെ നിങ്ങൾ വീണ്ടും വീണ്ടും അത് ഓർമ്മിപ്പിച്ചുകൊണ്ടിരുന്നാൽ അത് ബന്ധത്തിന്റെ അന്തരീക്ഷം തന്നെ മാറ്റും. ബന്ധങ്ങൾ തിരുത്താൻ ആദ്യം മാറ്റേണ്ടത് പങ്കാളിയെ അല്ല, നിങ്ങളുടെ ഉള്ളിലെ സമീപനമാണ്. ദാമ്പത്യബന്ധം ഒരു മാനസിക സഹകരണമാണ്. നിങ്ങൾ പങ്കാളിയെക്കുറിച്ച് സ്നേഹവും ബഹുമാനവും മനസ്സിൽ വളർത്തുമ്പോൾ അതിൻ്റെ പ്രതിഫലനം പെരുമാറ്റത്തിലും വാക്കുകളിലും കാണപ്പെടും. അതിന് മറുപടിയായി മറ്റേയാളും മാറാൻ തുടങ്ങും. സ്നേഹം ആവശ്യപ്പെടേണ്ട ഒന്നല്ല, ആദ്യം നമ്മുടെ ഉള്ളിൽ സൃഷ്ടിക്കേണ്ട ഒന്നാണ്. ഉള്ളിൽ സമാധാനമുണ്ടാകുമ്പോൾ ബന്ധങ്ങളും സമാധാനത്തിലേക്ക് നീങ്ങും. 15. ഉപബോധ മനസ്സും സന്തോഷവും. മനുഷ്യൻ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ അന്വേഷിക്കുന്നത് സന്തോഷമാണ്. പക്ഷേ അതേസമയം ഏറ്റവും കുറച്ച് കണ്ടെത്തുന്നതും സന്തോഷം തന്നെയാണ്. കാരണം പലരും സന്തോഷത്തെ പുറത്തെ സാഹചര്യങ്ങളോട് ബന്ധിപ്പിച്ചാണ് കാണുന്നത്.
പക്ഷെ സന്തോഷം പുറത്തുനിന്ന് ലഭിക്കുന്ന ഒന്നല്ല, അത് നമ്മുടെ ഉള്ളിൽ നിന്ന് ഉയരുന്ന ഒരവസ്ഥയാണ്. ഉപബോധ മനസ്സ് സന്തോഷത്തിൻ്റെയും ദുഃഖത്തിൻ്റെയും ഉറവിടമാണ്. നിങ്ങൾ ഉള്ളിൽ സ്ഥിരമായി നന്ദിയും സമാധാനവും വളർത്തിയാൽ പുറത്തെ സാഹചര്യങ്ങൾ അത്ര വലിയ സ്വാധീനം ചെലുത്തില്ല. മറുവശത്ത് ഉള്ളിൽ അസന്തോഷവും പരാതിയും നിറഞ്ഞാൽ എല്ലാം ഉണ്ടായാലും സന്തോഷം അനുഭവപ്പെടില്ല. സന്തോഷം ഒരു തീരുമാനമാണ്. ഞാൻ സന്തോഷവാനാണ് എന്ന ചിന്ത ഉപബോധ മനസ്സിൽ പതിയുമ്പോൾ അതിനനുസരിച്ച് അനുഭവങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകാൻ തുടങ്ങും. പലർക്കും സന്തോഷം എന്നത് ഒരു ലക്ഷ്യമാണ്. ഇത് കിട്ടിയാൽ ഞാൻ സന്തോഷവാനാകും എന്നതുപോലെ. പക്ഷേ ഉപബോധ മനസ്സ് ലക്ഷ്യങ്ങളോട് പ്രതികരിക്കുന്നില്ല, നിലവിലെ അവസ്ഥയോടാണ് പ്രതികരിക്കുന്നത്. അതിനാൽ സന്തോഷം ഭാവിയിലേക്ക് മാറ്റിവെക്കാതെ ഇപ്പോൾ തന്നെ മനസ്സിൽ ഉണ്ടാക്കണം. 16. ഉപബോധ മനസ്സും മനുഷ്യബന്ധങ്ങളും. മനുഷ്യബന്ധങ്ങളാണ് ജീവിതത്തെ മനോഹരമാക്കുന്നത്. നിങ്ങൾ മറ്റുള്ളവരോട് പെരുമാറുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ അവരെക്കുറിച്ച് എന്ത് ചിന്തിക്കുന്നു എന്നതാണ് പ്രധാനം. ഉപബോധ മനസ്സ് മറ്റുള്ളവർ എന്ന വേർതിരിവ് അധികം കാണുന്നില്ല. നിങ്ങൾ മറ്റൊരാളെക്കുറിച്ച് ഉള്ളിൽ വളർത്തുന്ന ചിന്തകൾ യഥാർത്ഥത്തിൽ നിങ്ങളുടെ തന്നെ മനസ്സിന്റെ അന്തരീക്ഷത്തെ ബാധിക്കുന്നു. വെറുപ്പ്, അസൂയ, കുറ്റപ്പെടുത്തൽ ഇവയെല്ലാം ആദ്യം നിങ്ങൾക്ക് തന്നെയാണ് ഭാരമാകുന്നത്. മറ്റുള്ളവരെ മാറ്റാൻ ശ്രമിക്കുന്നതിന് പകരം അവരെക്കുറിച്ചുള്ള നിങ്ങളുടെ ധാരണ മാറ്റുക. നിങ്ങളുടെ ഉപബോധ മനസ്സ് ആ പുതിയ ധാരണ സ്വീകരിച്ചാൽ ബന്ധങ്ങളിൽ സ്വാഭാവികമായി മാറ്റങ്ങൾ ഉണ്ടാകും. ഒരു സഹപ്രവർത്തകനെക്കുറിച്ചോ ബന്ധുവിനെക്കുറിച്ചോ ഉള്ളിൽ സ്ഥിരമായി നെഗറ്റീവ് ചിന്തകൾ ആവർത്തിച്ചാൽ അവനുമായി ഇടപഴകുമ്പോൾ അത് പെരുമാറ്റത്തിൽ പ്രതിഫലിക്കും. മറുവശത്ത് അവൻ അല്ലെങ്കിൽ അവൾ അടിസ്ഥാനപരമായി നല്ലവനാണ് എന്ന ചിന്ത വളർത്തിയാൽ ആശയവിനിമയം പോലും മൃദുവാകും. ബന്ധങ്ങൾ മറ്റുള്ളവരിൽ നിന്നല്ല ആരംഭിക്കുന്നത്, അത് നിങ്ങളുടെ ഉള്ളിൽ നിന്നാണ് ആരംഭിക്കുന്നത്. 17. ക്ഷമയ്ക്കായി ഉപബോധ മനസ്സ് എങ്ങനെ ഉപയോഗിക്കാം? ക്ഷമ എന്നത് പലർക്കും ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അവർ ചെയ്ത തെറ്റ് ഞാൻ എങ്ങനെ മറക്കും എന്ന ചോദ്യം സ്വാഭാവികമാണ്. പക്ഷേ ക്ഷമ മറ്റേയാളിന് വേണ്ടിയല്ല, അത് നിങ്ങൾക്കുള്ള മോചനമാണ്. വൈരാഗ്യവും പകയും ഉപബോധ മനസ്സിൽ ദീർഘകാലം സൂക്ഷിക്കുമ്പോൾ അത് മനസ്സിനെയും ശരീരത്തെയും ഒരുപോലെ ബാധിക്കും. സമ്മർദ്ദം, അസ്വസ്ഥത, ആരോഗ്യ പ്രശ്നങ്ങൾ ഇവയ്ക്കെല്ലാം പിന്നിൽ പലപ്പോഴും അടക്കിവെച്ച വൈരാഗ്യം ഉണ്ടായിരിക്കും. ക്ഷമ ഒരു വികാരമല്ല, അതൊരു മാനസിക പ്രക്രിയയാണ്. അവർ തെറ്റ് ചെയ്തു എങ്കിലും തുടർന്ന് ഈ ഭാരവുമായി ഞാൻ ജീവിക്കില്ല എന്ന തീരുമാനമെടുക്കുക. ഉപബോധ മനസ്സിന് നൽകേണ്ട സന്ദേശം ലളിതമാണ്: ഞാൻ സ്വയം സമാധാനത്തിലേക്കുള്ള വഴി തിരഞ്ഞെടുക്കുന്നു. ഈ വാചകം ആവർത്തിക്കുമ്പോൾ ക്ഷമ പതുക്കെ സ്വാഭാവികമായി വളരും. ഒരു നാൾ കൊണ്ട് എല്ലാം മാറണമെന്നില്ല, പക്ഷെ നമ്മുടെ ചിന്തകളുടെ ദിശ മാറും. ക്ഷമ എന്നാൽ മറക്കലല്ല, അത് ബന്ധനത്തിൽ നിന്ന് മോചനം നേടലാണ്. മോചിതമായ മനസ്സാണ് ഉപബോധ മനസ്സിന്റെ സ്വാഭാവികമായ അവസ്ഥ. 18. മാനസികമായ തടസ്സങ്ങളെ ഉപബോധ മനസ്സ് എങ്ങനെ നീക്കം ചെയ്യുന്നു? ജീവിതത്തിൽ മുന്നോട്ടു പോകാൻ ആഗ്രഹിക്കുമ്പോഴും എന്തോ അദൃശ്യമായൊരു തടസ്സം നമ്മളെ പിടിച്ചു നിർത്തുന്നത് പോലെ തോന്നും. എനിക്ക് കഴിവുണ്ട്, പക്ഷേ എന്തോ ഒന്ന് തടയുന്നു എന്ന അനുഭവം പലർക്കും ഉണ്ടായിട്ടുണ്ടാകാം. ഈ തടസ്സങ്ങൾ പുറത്തല്ല, നമ്മുടെ ഉള്ളിലാണ്. മാനസിക തടസ്സങ്ങൾ രൂപപ്പെടുന്നത് പഴയ അനുഭവങ്ങളിൽ നിന്നുള്ള ഭയം, പരാജയസ്മരണ, കുറ്റബോധം എന്നിവയിലൂടെയാണ്. ഇവ ഉപബോധ മനസ്സിൽ അടിഞ്ഞുകൂടുമ്പോൾ അത് പുതിയ സാധ്യതകളെ തന്നെ തടയുന്ന ഒരു മതിലായി മാറുന്നു. ഈ തടസ്സങ്ങൾ ഉപബോധ മനസ്സ് സ്വയം സൃഷ്ടിക്കുന്നതല്ല, നിങ്ങൾ തന്നെ ഒരിക്കൽ നൽകിയ തെറ്റായ നിർദ്ദേശങ്ങളുടെ ഫലമാണ് അവ. അതുകൊണ്ട് അവ നീക്കം ചെയ്യാനുള്ള ശക്തിയും ഉത്തരവാദിത്വവും നിങ്ങൾക്കുണ്ട്. ശാന്തമായ മനസ്സോടെ എൻ്റെ വഴികൾ ഇപ്പോൾ തുറക്കപ്പെടുകയാണ് എന്ന ചിന്ത ആവർത്തിക്കുമ്പോൾ ഉപബോധ മനസ്സ് പഴയ ഭയങ്ങളെ ശമിപ്പിക്കാൻ തുടങ്ങും. ഇവിടെ പോരാട്ടമല്ല വേണ്ടത്, വിശ്വാസമാണ്. തടസ്സങ്ങളെ ബലം പ്രയോഗിച്ച് തള്ളാൻ ശ്രമിക്കുമ്പോൾ അവ ശക്തമായെന്ന് വരാം. അവഗണിച്ച് ശരിയായ ദിശയിലേക്ക് ശ്രദ്ധ തിരിക്കുമ്പോൾ അവ ക്ഷയിക്കും. സ്വാതന്ത്ര്യം എന്നത് പുതിയതൊന്നും നേടുന്നതല്ല, പഴയ തടസ്സങ്ങളെ നീക്കുന്നതാണ്. 19. ഭയം നീക്കാൻ ഉപബോധ മനസ്സ്. ഭയം മനുഷ്യന്റെ ഏറ്റവും വലിയ ശത്രുവാണ്. പരാജയ ഭയം, രോഗഭയം, നഷ്ടഭയം, ഒറ്റപ്പെടൽ ഭയം. ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ഭയം നമ്മളെ നിഴലുപോലെ പിന്തുടരുന്നു. ഭയം യാഥാർത്ഥ്യമല്ല, അത് മനസ്സിലെ ഒരു ചിന്ത മാത്രമാണ്. ഉപബോധ മനസ്സ് ഭയത്തോട് പ്രത്യേകമായി പ്രതികരിക്കുന്നു. കാരണം ഭയം ശക്തമായ വികാരത്തോടു കൂടിയ ചിന്തയാണ്. നിങ്ങൾ ഭയത്തെക്കുറിച്ച് നിരന്തരം ചിന്തിക്കുമ്പോൾ ഉപബോധ മനസ്സ് അതിനെ നിർദ്ദേശമായി സ്വീകരിക്കുന്നു.
അതുകൊണ്ട് ഭയത്തോട് നേരിട്ട് പോരാടരുത്. ഭയത്തിനെതിരായ ഒരു ശക്തമായ ചിന്ത തിരഞ്ഞെടുക്കുക. ഉദാഹരണത്തിന്, എനിക്ക് രോഗം വരുമോ എന്ന ഭയത്തിന് പകരം എൻ്റെ ശരീരം ബുദ്ധിപൂർവം പ്രവർത്തിക്കുന്നു എന്ന ചിന്ത ആവർത്തിക്കുക. ധൈര്യം എന്നത് ഭയം ഇല്ലാത്ത അവസ്ഥയല്ല, ഭയത്തെ നിയന്ത്രിക്കുന്ന മനോഭാവമാണ്. നമ്മുടെ ഉപബോധ മനസ്സിനെ ധൈര്യത്തിന്റെ ദിശയിലേക്ക് പരിശീലിപ്പിക്കാൻ സാധിക്കും. 20. എന്നെന്നും യുവത്വം നിലനിർത്തുക. വയസ്സാകുന്നത് ശരീരത്തിന്റെ സ്വാഭാവികമായ പ്രക്രിയയാണ്. പക്ഷേ മനസ്സിന്റെ പ്രായം നമ്മൾ തന്നെ തീരുമാനിക്കുന്നതാണ്. യുവത്വം എന്നത് ഒരു സംഖ്യയല്ല, അത് ഒരു മാനസിക അവസ്ഥയാണ്. പലരും ഒരു പ്രായം കഴിഞ്ഞാൽ തന്നെ ഉള്ളിൽ വയസ്സാകുന്നു എന്ന ചിന്ത നിറയ്ക്കുന്നു. ഇനി എനിക്ക് കഴിയില്ല, ഇത് യുവാക്കളുടെ കാര്യമാണ്. ഇത്തരം ചിന്തകൾ ഉപബോധ മനസ്സിൽ പതിഞ്ഞാൽ ശരീരവും അതിനനുസരിച്ച് ക്ഷീണിക്കാൻ തുടങ്ങും. ഉപബോധ മനസ്സ് പുതുമയോടും വളർച്ചയോടും എപ്പോഴും പ്രതികരിക്കുന്നു. പുതിയ കാര്യങ്ങൾ പഠിക്കാൻ താല്പര്യം പുലർത്തുന്നവർ, ജീവിതത്തോട് കൗതുകം നിലനിർത്തുന്നവർ, പ്രത്യാശ കൈവിടാത്തവർ, ഇവരുടെ ഉപബോധ മനസ്സ് സജീവമായി തുടരുന്നു. അതിന്റെ പ്രതിഫലനം ശരീരത്തിലും കാണപ്പെടും. യുവത്വം നിലനിർത്താൻ എൻ്റെ ഉള്ളിൽ ജീവശക്തി പുതുതായി ഒഴുകുന്നു എന്ന ചിന്ത ശാന്തമായി ആവർത്തിക്കുക. ഇതൊരു മന്ത്രമല്ല, ഒരു മാനസിക ദിശാബോധമാണ്. ജീവിതം തുടർച്ചയായ പുതുക്കലിലേക്കാണ് സ്വാഭാവികമായി നീങ്ങുന്നത്. ആ ഒഴുക്കിനൊപ്പം നീങ്ങാൻ ഉപബോധ മനസ്സ് നിങ്ങൾക്കൊപ്പമുണ്ട്. ദ പവർ ഓഫ് യുവർ സബ് കോൺഷ്യസ് മൈൻഡ് നമ്മളെ പഠിപ്പിക്കുന്ന ഒരു വലിയ സത്യം ഇതാണ്: നിങ്ങളുടെ ജീവിതം നിങ്ങളുടെ ഉള്ളിലെ ചിന്തകളുടെ പ്രതിഫലനമാണ്. ഉപബോധ മനസ്സ് ഒരു ശത്രുവല്ല, ഒരു അദ്ഭുത പങ്കാളിയാണ്. നിങ്ങൾ അതിനെ ഭയത്തോടെയും സംശയത്തോടെയും സമീപിച്ചാൽ അത് തടസ്സമായി നിലനിൽക്കും. നിങ്ങൾ അതിനെ വിശ്വാസത്തോടെയും സ്നേഹത്തോടെയും സമീപിച്ചാൽ അത് നിങ്ങൾക്ക് വഴിയൊരുക്കും. ഈ പുസ്തകം ഒരു പ്രചോദന ഗ്രന്ഥം മാത്രമല്ല, നമ്മുടെ ജീവിതം കാണാനും അനുഭവിക്കാനുമുള്ള ഒരു പുതിയ കാഴ്ചപ്പാടാണ്.